മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിന് പാർട്ടിയുടെ അംഗീകാരം. ഇനി ഒളിപ്പോരാട്ടത്തിന്റെ ദിനങ്ങളാണ്. കെജ്രിവാൾ നാളെ രാജിവെക്കുമെന്ന് ആപ്പ് അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സൗരഭ് ഭരദ്വാജാണ് ഇക്കാര്യം അറിയിച്ചത്. സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജിവെക്കുന്നതെന്നും അദ്ദേഹം വിവരിച്ചു. ആദ്യമായാണ് സത്യസന്ധതയുടെ പേരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നാണ് ആപ്പിന്റെ വാദം. കെജ്രിവാൾ ഒറ്റക്ക് പോരാടി പുറത്തു വന്നിരിക്കുകയാണ്. ദില്ലിയിലെ ജനങ്ങൾ പറയുന്നത് നാളെ തന്നെ വോട്ട് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്നാണെന്നും സൗരഭ് ഭരദ്വാജ് അഭിപ്രായപ്പെട്ടു. കെജ്രിവാളിന്റെ തീരുമാനത്തെ ദില്ലിയിലെ ജനങ്ങൾ പ്രശംസിക്കുകയാണ് എന്നും ഒരാഴ്ചക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നും സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കി. ദില്ലി മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതിൽ ജനങ്ങൾ രോഷത്തിലാണ് എന്നും ഇത് തിരഞ്ഞെടുപ്പിൽ കാണാനാകുമെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ പകരം ആരാവണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടിയിൽ വലിയ ചർച്ചകൾ തുടരുകയാണ്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ മുഖ്യമന്ത്രിയാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ആപ്പ്. കെജ്രിവാളിന് പകരം ഭാര്യ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ സുനിത നടത്തിയ തീപ്പൊരി പ്രസംഗമടക്കം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കെജ്രിവാളിന്റെ നിലപാടാകും നിർണായകം. സുനിതയെ മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ മന്ത്രിയായിട്ടുള്ള അതിഷിയാണ്. കെജ്രിവാൾ അടക്കമുള്ള ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിരുന്ന ഘട്ടത്തിൽ അതിഷിയായിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനമെന്ന ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ആപ്പിന്റെ നേതൃത്വം. സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതെന്നാണ് ആപ്പ് ഉയർത്തുന്ന വാദം. ആപ്പ് എംഎൽഎയും മുതിർന്ന നേതാവുമായ സോംനാഥ് ഭാരതി ഇക്കാര്യം മാധ്യമങ്ങളോട് വിവരിക്കുകയുണ്ടായി. രാജിവെക്കരുത് എന്ന് എംഎൽഎമാർ ആവശ്യപ്പെട്ടാൽ പോലും കെജ്രിവാൾ അത് അംഗീകരിക്കില്ല എന്നും കെജ്രിവാൾ എന്ന പ്രതിഭാസത്തെ ബിജെപിക്ക് മനസ്സിലായിട്ടില്ല എന്നുമാണ് സോംനാഥ് ഭാരതി പറയുന്നത്. സത്യസന്ധനല്ലെന്ന ആരോപണം കെജ്രിവാളിന് സഹിക്കില്ലെന്നും കേവല ഭൂരിപക്ഷം കിട്ടാതെ മോദിയെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയല്ല കെജ്രിവാൾ എന്നും സോംനാഥ് ഭാരതി കൂട്ടിച്ചേർക്കുന്നു. കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് നേരത്തെ ആക്കണമെന്നാണ് ആപ്പിന്റെ ഇപ്പോഴത്തെ ആവശ്യം. നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയെയും പരിഗണിക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആപ്പ് ആവശ്യപ്പെടുന്നത്. മദ്യനിരോധന അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് ആപ്പിനെ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് ആപ്പിന്റെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ബിജെപി കോപ്പുകൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയാണ് കെജ്രിവാളിന്റെ പുതിയ നീക്കമെന്നാണ് സൂചന. അതേസമയം കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനം നാടകമാണ് എന്നാണ് കോൺഗ്രസും ബിജെപിയും ഒരേപോലെ പ്രതികരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി തീരുമാനം രാഷ്ട്രീയ നാടകമാണെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് വിമർശിക്കുന്നു. ഡൽഹിയിലെ ജനങ്ങൾക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ദുർഭരണത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും യാദവ് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനം PR സ്റ്റണ്ടിന്റെ ഭാഗമാണ് എന്നാണ് ബിജെപി പറയുന്നത്. തിരശീലക്ക് പിന്നിൽ നിന്ന് ഭരണം നടത്താനാണ് കെജ്രിവാളിന്റെ ശ്രമം എന്ന് വ്യക്തമാണ് എന്ന് ബിജെപി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ANIയോട് പറഞ്ഞു. ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനമെന്നും നാടകമെന്നും അദ്ദേഹം വിമർശിച്ചു. ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ PR സ്റ്റണ്ട് മാത്രമാണ്. ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ താൻ സത്യസന്ധനായ നേതാവല്ല എന്നും അഴിമതിക്കാരനായ നേതാവാണെന്നും കെജ്രിവാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി അഴിമതി നിറഞ്ഞ പാർട്ടിയായി രാജ്യമെമ്പാടും അറിയപ്പെടും. PR സ്റ്റണ്ടിലൂടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നത്. മൻമോഹൻ സിംഗിനെ ഡെമ്മി പ്രധാനമന്ത്രിയാക്കി തിരച്ചിലേക്ക് പിന്നിൽ നിന്ന് ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ മോഡൽ പ്രയോഗിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഉദ്ദേശമെന്നും ഭണ്ഡാരി പറയുന്നു.